വരുന്ന ഒരു വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 3 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. കട്ടപ്പന സ്വദേശികളായ ആശ, വിഷ്ണു ദമ്പതികളുടെ മകൾ ഏകമകൾ അപർണികയാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി കോട്ടയത്തു നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, വിശദാംശങ്ങൾ. ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടുക്കി കവല കളിക്കൽ വീട്ടിൽ വിഷ്ണുവിന്റെയും ആശയുടെയും മകളായിട്ടുള്ള അപർണിക എന്ന് പറയുന്ന ആ കുട്ടിയാണ്, 3 വയസ്സുകാരിയാണ് മരിച്ചിട്ടുള്ളത്. ഈ വയറുവേദനയെ തുടർന്നാണ് കുട്ടിയെ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ഈ വയറുവേദന രൂക്ഷമായതോടുകൂടി തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം അവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 8:30 മണിയോട് കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ മരണം സംഭവിക്കുകയുണ്ടായത്. കുട്ടിക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായതാണ് മരണകാരണമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. മാത്രമല്ല, ഈ കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ രൂക്ഷമായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നതായിട്ട് ഡോക്ടർമാർ പറഞ്ഞതായിട്ടും ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടായതുകൊണ്ടാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രധാനമായിട്ടും നൽകുന്നത്. നേരത്തെ ഈ കുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് ഈ മാസം 11-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി ചികിത്സിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മരുന്ന് നൽകി ഡോക്ടർമാർ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. വീട്ടിൽ ചെന്ന് ഈ മരുന്ന് കഴിച്ചിട്ടും കുട്ടിക്ക് രോഗത്തിന് ശമനം ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇടുക്കിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് ഞായറാഴ്ച വീണ്ടും ഇത്തരത്തിൽ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഈ തിങ്കളാഴ്ച പുലർച്ചെ കൊണ്ടുവന്നതിന് ശേഷം കുട്ടിക്ക് കാര്യമായിട്ടുള്ള ചികിത്സ അവിടെ നൽകിയിരുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ബന്ധുക്കൾ പ്രധാനമായിട്ടും നൽകുന്നത്. കുട്ടിക്ക് ഡ്രിപ്പ് ഇട്ടായിരുന്നു. പക്ഷെ ആ ഡ്രിപ്പ് മണിക്കൂറുകൾക്ക് ശേഷവും അതിന്റെ പകുതി പോലും കുപ്പി ഒഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഡ്രിപ്പ് കയറിയിരുന്നില്ല. മാത്രമല്ല, കുട്ടിയെ വേണ്ട രീതിയിൽ പരിചരിച്ചിരുന്നില്ല ആശുപത്രി അധികൃതർ എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നൽകുന്നത്. എന്തായാലും കുട്ടിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു മരണം വയറുവേദനയുമായിട്ടാണ് വന്നത്. തുടർന്ന് ഹൃദയാഘാതം മൂലമാണ് മരണം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആശുപത്രി അധികൃതർ പറയുമ്പോൾ അത് വീട്ടുകാർ വളരെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കുകയാണ്. ചികിത്സാ പിഴവ് എന്നുള്ളൊരു ആരോപണം വളരെ ഗൗരവപൂർണ്ണമായി തന്നെ അവർ ആരോപിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെയാണ് നടക്കുന്നുണ്ടാവുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കാരണത്തിലടക്കം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ബന്ധുക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കട്ടപ്പന പോലീസിലാണ് കുട്ടിയുടെ ബന്ധുക്കൾ പരാതി നൽകിയിരിക്കുന്നത്. ചികിത്സാ പിഴവ് എന്നാരോപിച്ചുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ആശുപത്രി അധികൃതർ ഈ കാര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. ഹൃദയാഘാതം മൂലമാണ്, പെട്ടെന്നുണ്ടായിട്ടുള്ള ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ 3 വയസ്സുകാരി മരിച്ചതിൽ ആരോപണവുമായി രംഗത്തെത്തുകയാണ് ബന്ധുക്കൾ. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി വിവരങ്ങൾ നൽകുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.